നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത്. ഒമാനിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരണപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. സലാല ഹൈമ തുംറൈത്ത് റോഡിൽ തുംറൈത്തിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ മക്ഷനിലാണ് അപകടമുണ്ടായത്. മൃതദേഹങ്ങളും വാഹനവും ഏതാണ്ട് പൂർണ്ണമായും കത്തിയതിനാൽ ആളുകളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. മൃതദേഹങ്ങളിൽ ഒന്ന് ഒരു സ്ത്രീയുടേതാണ്. വാഹനവും പൂർണ്ണമായി കത്തിനശിച്ച നിലയിൽ ആയിരുന്നു. മസ്കത്തിൽ നിന്ന് സലാലയിലേക്ക് പുറപ്പെട്ട മുംബൈ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. മസ്കത്തിൽ നിന്ന് രാവിലെ സലാലയിലേക്ക് പുറപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് ഇതുവരെ വിവരമില്ല. എന്നാൽ ബോംബെ സ്വദേശികളായ ഇവർ തന്നെയാണോ അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമല്ല. മരിച്ചവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവില്ല. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. മൃതദേഹങ്ങൾ തുംറൈത്ത് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ഷജീർ ഖാൻ പറഞ്ഞു. അപകടത്തിന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സൗദിയിൽ 2 ആഴ്ച മുമ്പ് കാർ നിയന്ത്രണം വിട്ട് ഈന്തപ്പനയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ദമാം ഇന്ത്യൻ സ്കൂൾ 8ാം തരം വിദ്യാർത്ഥി അമ്മാർ അസ്ഹറാണ് മരിച്ചത്. ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്ഹറിന്റെ മകനാണ്. അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന മറ്റ് 2 വിദ്യാർത്ഥികൾ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഇതിലൊരാൾ അമ്മാറിന്റെ സഹോദരൻ ഇബ്രാഹിം അസ്ഹറും മറ്റൊരാൾ കാർ ഓടിച്ചിരുന്ന സുഹൃത്ത് ഹസൻ റിയാസുമായിരുന്നു. മൂവരും ഹൈദരാബാദ് സ്വദേശികളും ദമാം ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുമായിരുന്നു. ഇവർ 3 പേരും അമ്മാറിന്റെ പിതാവിന്റെ മസ്ദ കാറുമായി പുറത്തേക്ക് പോയതായിരുന്നു. ഹസൻ റിയാസ് ആണ് കാർ ഓടിച്ചിരുന്നത്. അതിവേഗത്തിലായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള ഈന്തപ്പനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് മൂവരെയും പുറത്തെടുത്തത്. അമ്മാർ അസ്ഹറിന്റെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി ദമാമിൽ മറവ് ചെയ്യും. അതുപോലെ കുവൈത്തിലുണ്ടായ വാഹനാപകടത്തിൽ പ്രവാസി മരിച്ചു. കുവൈത്തിലെ ജഹ്റയിലാണ് ദാരുണമായ അപകടം ഉണ്ടായത്. റോഡരികിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുകയായിരുന്ന പ്രവാസിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന യുവതിക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. അപകടം നടന്ന ഉടനെ തന്നെ പോലീസും പാരാമെഡിക്കൽ ജീവനക്കാരും സ്ഥലത്തെത്തി. പ്രവാസിയായ കച്ചവടക്കാരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ച പ്രവാസി മരണപ്പെടുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.